പരീക്ക് ഉസ്താദ് വന്നപ്പോ പറഞ്ഞാൽ മതി, നിങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തിൽ ഒരു പുളിയുണ്ടല്ലേ, അത് വീണ്ടും ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് പോയത് തുടങ്ങി വർക്കരുത്. പിന്നെ ഒരു പ്രശ്നമായി, എന്താ പുളിക്കുഴപ്പം? ആ പുളി കാലായി, പക്ഷെ ഇയാൾ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ ആൾക്ക് ശരിയാട്ടോ, കഴിഞ്ഞ ആഴ്ച അമ്മ കുട്ടി വീടും, അതിന് മുമ്പത്താഴ്ച മറ്റുണ്ടായി, ഉമ്മാക്ക് എന്തോ സോക്കാണ്, പാപ്പാക്ക് എന്നാ ബുദ്ധിമുട്ടില്ലാത്ത, അതായത് എല്ലാം ബുദ്ധിമുട്ടാണല്ലോ, എന്നാ പിന്നെ ആ പുളി വിട്ടു. എന്തേ കാരണം? കഥാകഥ വിശ്വാസമില്ല. നമ്മുടെ പ്രശ്നങ്ങളും ഈ പുളിമരവും എന്തു ബന്ധമുള്ളത്? യാതൊരു ബന്ധവുമില്ല. നമ്മളെ ഈ അന്ധവിശ്വാസം കൊണ്ട് ആ പുളി മുറിക്കപ്പെട്ടു പോയില്ലല്ലാതെ നമ്മളെ ബുദ്ധിമുട്ട് തീരാൻ പോകുന്നില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച രേഖപ്രകാരമേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ആദ്യമായി പഠിച്ചത് പേനയാണ്, കലമാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല കലമ പഠിച്ചു. കലമയോട് പറഞ്ഞ് നീ എഴുതണം. അങ്ങനെ ഖിയാമത്ത് വരെ പടച്ചറബ് ഇവർ നടപ്പാക്കാൻ തീരുമാനിച്ച മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ആ രേഖയാണ് നടക്കാൻ പോകുന്നത്. അത് രേഖപ്പെടുത്തിയതുകൊണ്ടല്ല നടക്കുന്നതുകൊണ്ട് രേഖപ്പെടുത്തിയാണ്. ഖിയാമത്ത് വരെ ഇവിടെ എന്തെല്ലാം അവർ തീരുമാനിച്ചു അതൊക്കെ അവിടെ എഴുതിച്ചു. ആ എഴുതിച്ച് ജീവന്റെ കാര്യമല്ല, ഇവിടെ നടക്കുന്നുണ്ട്, അവിടെ എഴുതിച്ചതാണ്. അത് പ്രകാരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ജമാഅത്തായി നിസ്കരിക്കാനാണ് തീരുമാനിച്ചത്. പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാം. അപ്പൊ ഈ കഥാകഥ അത് താളം തെറ്റിയാൽ എല്ലാം താളം തെറ്റും, പിന്നെ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോ ആദ്യം കരേണ്ടത് ഓനും ആലോചിക്കുക, എന്താ ഒരു അയിമിലാണ് അവലംബിക്കണം. നേരെ മറിച്ച് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. മരിച്ച ശേഷം ജീവിപ്പിച്ച പടച്ചതിനാണ് സർവസ്തുതിയുമെന്ന ആശയമുള്ള പ്രാർത്ഥന അതും ചൊല്ലിയാണ് എണീറ്റതെങ്കിലും ഓനെ സംബന്ധിച്ച് ആരെ കണ്ടാലും ഓരോ ജീവിതത്തെ ബാധിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇതാ റബ്ബേ എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. اللهم إني أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك. പഠിച്ചോളെ, ഇതാ എന്റെ നഫ്സിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അസ്ലംതു നഫ്സി ഇലൈക, എന്റെ നഫ്സ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വജഹതു വജ്ഹി ഇലൈക, എന്റെ മുഖമില നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു റബ്ബേ. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. എല്ലാം ഈ രാത്രി അവസാനം കിടക്കയിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ചൊല്ലേണ്ട ദിക്റായി എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഏറ്റവും അവസാനം ചൊല്ലാതൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ദിക്റ്, ആ ദിക്റ് പറയുക, റബ്ബേ ഞാൻ കിടക്കാൻ പോവാണ്, ഞാൻ ഉറങ്ങാണ്, മരണസമാനമാണ്, ഇനി എന്റെ മുഴുവൻ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യങ്ങൾ മുഴുവനും നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. രാവിലെ എണീക്കണോ വേണ്ടേ, നീ തീരുമാനിക്കുക. നാളെ കട തുറക്കണോ വേണ്ടേ, നീ തീരുമാനിക്കുക. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം, നിന്റെ തീരുമാനമാണ്. നിന്നെയാണ് എല്ലാം ഏൽപ്പിച്ചത്. എന്റെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ മുതലയില നിന്നിലേക്ക് അഭയം തേടിയിരിക്കുന്നു. അതുകൊണ്ട് നീയാണ് രക്ഷകൻ. നീയല്ലാതെ അഭയസ്ഥാനമില്ല. എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരിടമില്ല. രക്ഷപ്പെട്ടു പോകാനുള്ള ഇടം നീ മാത്രമാണേ എന്നും ചൊല്ലി അവസാനത്തിലാക്കി കിടക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത് ചൊല്ലുന്ന മനുഷ്യർ എങ്ങനെയാണ് രാവിലെ എണീക്കും മറ്റവനെ കണ്ടത്, ഇവനെ കണ്ടത്, രാവിലെ തന്നെ ഉണ്ടായത്, ഇനി ശരിയാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? കലാകാലം തെറ്റുമ്പോഴാണ് എല്ലാ അന്ധവിശ്വാസം കയറി വരുന്നത്. അപ്പോഴാണ് സിദ്ധന്മാരും ചങ്ങന്മാരും ബിബിമാരും ജ്യോത്സ്യന്മാരും പണിക്കന്മാരും കണക്കന്മാരും എല്ലാം ഉണ്ടായി വരുന്നത്. ഈ ഒരു ബേസ് തെറ്റിപ്പോകുമ്പോഴാണ്. ശരിയായി കലാകാലം വിശ്വസിച്ചു ടീമാണെങ്കിൽ അവിടെ ഒരു സിദ്ധന് റോളില്ല. അവിടെ സിദ്ധന്, ഒരു ബീവിക്ക്, ഒരു തകപ്പാപ്പാക്ക്, ഒരു ജാലത്തിന്, ഒരാൾക്കും അവിടെ അവരുടെ ജീവിതത്തിൽ ഇടപെടാനില്ല. കാരണം എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത റബ്ബേ. നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. ഇത് ഉറപ്പിച്ചാൽ പിന്നെ എന്തിനാ പാഴ്ചോട്ട് കൊടുക്കുന്നത്? ഞാൻ മതി എന്ന് പറയുമ്പോ ഇവന്റെ ജീവിതത്തിൽ എന്തിനും ഏതിനും അവലംബമായി ആശ്രയമായി അവരെ കാണുകയാണ്.
അവിടെ പോയിട്ട് എഴുതി കൊടുത്താല് അത് പൊലി കൊണ്ട് വെച്ചാൽ മതി, ആ നൂല് കിട്ടിയാൽ മതി, ആ ഏഴ്സ് മതി, അവരൊന്ന് പറഞ്ഞാൽ മതി, അവരെ വാക്ക് മതി, അവരൊന്ന് മുണ്ടി കിട്ടിയാൽ മതി, ഒന്ന് തോണ്ടിയാൽ മതി, തടവിയാൽ മതി, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് മനുഷ്യൻ മാറിയത് പടച്ചറപ്പിലുള്ള ഉറച്ച വിശ്വാസം ജാതകപ്പെടുക. അല്ലെങ്കിലോ ഞാൻ ജനിക്കും മുമ്പ്, അല്ല എന്റെ വാപ്പ ജനിക്കും മുമ്പ്, അല്ല ഒന്നാമത്തെ മനുഷ്യൻ ജനിക്കും മുമ്പ്, അല്ല ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ് ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കുന്നത്. ആരൊക്കെ ഇവിടെ ഇരിക്കണം അല്ലാഹു തീരുമാനിച്ചതാണ്. ഈ ശബ്ദം ആരെല്ലാം കേൾക്കണം പഠിച്ചു അന്ന് രേഖപ്പെടുത്തി വെച്ചതാണ്. അതിന് മാറ്റാൻ ആർക്കാൻ പറ്റും? അത് വേണ്ടെന്ന് വെക്കാൻ ആർക്കാ കഴിയാം? അതിന് പുതിയ വല്ലതും ആഡ് ചെയ്യാൻ ആർക്കാ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. അതാണ് ഉറപ്പിച്ചാണല്ലോ വല്ലാത്ത സമാധാനം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ആദ്യഘട്ടം വിജയിച്ചു, പിന്നീട് പരാജയമുണ്ടായി. നമുക്കറിയാം ചരിത്രം. ആദ്യഘട്ടം വിജയം കിട്ടി, പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിൽ പരാജയമുണ്ടായി, കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞു പോയപ്പോ കപടന്മാരായ മുനാഫിക്കായ ആളുകൾ പറഞ്ഞു, നമ്മൾ അന്നേ പറഞ്ഞതാണ് ഉഹദിൽ വെച്ച് ഏറ്റുമുട്ടണ്ട, മദീനയുടെ ഉള്ളിൽ വെച്ച് ഏറ്റുമുട്ടാമെന്ന് നമ്മൾ അന്നേ പറഞ്ഞത്. അത് കേട്ടില്ലല്ലോ. അത് കേൾക്കാതെ ചെറുപ്പക്കാർ അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിന്റെ പ്ലാനിങ്ങിന് നല്ല അഭിപ്രായം വന്നു. ചിലരൊക്കെ പറഞ്ഞു നമുക്ക് മദീനയുടെ ഉള്ളിൽ വെച്ച് ഏറ്റുമുട്ടാം, പുറത്തേക്ക് പോകണ്ട. ചിലർ പറഞ്ഞു അല്ല നമ്മൾ പുറത്തു പോവുക, പുറത്ത് വെച്ച് ഏറ്റുമുട്ടാം, ഉഹദാണ് അനുയോജ്യമായി. ചെറുപ്പക്കാരൊക്കെ ആ അഭിപ്രായക്കാരായി. നബി നിങ്ങൾ കൂടിയാലോചിച്ചു, എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിച്ചു, എല്ലാവരും അതിന്റെ വശങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഉഹദ് തെരഞ്ഞെടുത്തു. ഉഹദിൽ വെച്ച് ആ യുദ്ധമുണ്ടായി. കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ പരാജയമായപ്പോൾ കപടന്മാര് പറഞ്ഞു, നമ്മൾ അപ്പോഴേ പറഞ്ഞ അവിടെ വേണ്ട, നമ്മൾ പറഞ്ഞു നിർത്തിയില്ല, നമ്മൾ അഭിപ്രായം എടുക്കാൻ അവിടെ പോയി ഇതിന് ഇപ്പൊ എന്തായി? കുറെ ആൾ കൊല്ലപ്പെട്ടില്ലേ? നമ്മൾ പറഞ്ഞ പോലെ ആയിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞു കൊല്ലപ്പെടുമായിരുന്നില്ല. അല്ലാഹു തആല ആയത്തിറക്കി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരാൾ കൊല്ലപ്പെടണമെന്ന് റബ്ബിന് തീരുമാനമുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് എത്താതിരിക്കുകയില്ല. ഈ വക വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹു തആല സൂറത്ത് ആൽ ഇംറാനിൽ ഉഹദുമായി ബന്ധപ്പെട്ട ഒരു 10-15-20 ആയത്തിറക്കിയിട്ടുണ്ട്. ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ആർക്കാണോ കൊല്ലപ്പെടണമെന്ന് റബ്ബ് കണക്കാക്കിയത് അവർ എവിടെ വെച്ച് കൊല്ലപ്പെടാനാണ് കണക്കാക്കിയത് അങ്ങോട്ട് വരിക തന്നെ ചെയ്യുന്ന. അല്ല അഭിപ്രായത്തിലെങ്കിൽ ഇവരാരും മരിക്കൂലായിരുന്നു എന്നൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്തിനാണ് നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു തആല വിശുദ്ധ പരിചയപ്പെടുത്തിയത്. അങ്ങനൊന്നുമില്ല. നമുക്ക് തോന്നും അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് പോയാൽ മതിയായിരുന്നു. എന്റെ ഒപ്പം എല്ലാവരും ഗൾഫ് പോയപ്പോ എന്നോട് ഒരുപാട് പറഞ്ഞു, ഞാൻ പോയില്ല, ഓരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ പോകാത്തോണ്ട് ഈക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനൊന്നുമില്ല. എന്തേ നമ്മൾ പോകാത്തത്? അബ്ബ് തീരുമാനിച്ച അങ്ങനെയാണ്. എന്തേ പോകാൻ പോയത്? അത് തീരുമാനിച്ച അങ്ങനെയാണ്. ഈ ഉറപ്പില്ലെങ്കിൽ ഇതിലൊക്കെ മറ്റുള്ളവരുടെയും ചില അംഗീകാരം കൂടി കിട്ടേണ്ടി വരും. എനിക്കറിയാവുന്ന സഹോദരൻ, അദ്ദേഹം പഴയ കാലത്ത് 40 കൊല്ലം മുമ്പ് ഗൾഫ് പോകാൻ തീരുമാനിച്ചു. വിസു ശരിയായി. അമ്മ പറഞ്ഞു, എടാ ഇത് CM വരെ പോയി കണ്ടിട്ട് മൂപ്പര് ചോദിച്ചൊക്കെ മൂപ്പര് സമ്മതിച്ചാ പോയാൽ മതിയാണ്. അപ്പൊ അല്ലമ്മ ഏതായാലും തീരുമാനിച്ചു പോവുക, അത് പറ്റില്ലടാ. CM കണ്ടു, CM പറഞ്ഞപ്പോ ഇക്കല്ലി പോണ്ട, മൂപ്പരുണ്ട് കൂടെ ഭാഗമുണ്ട്, രണ്ടാം കൂടെ പോകാൻ തീരുമാനിച്ചു. ഒപ്പമുള്ളവര് മനസ്സ് പഠിപ്പിക്കുന്ന ഉസ്താദാണ്, ഈ മംഗല 6 പഠിപ്പിക്കുന്ന ഉസ്താദാണ്. പക്ഷെ മൂപ്പിക്ക് വിശ്വാസമില്ല. ഏതായാലും ഉമ്മ രണ്ടാളും പോയി മടവൂർ ശൈഖിനെ കാണാൻ പോയി. അവിടെ ചെന്ന് കുറെ നേരം ക്യൂ നിന്ന് അങ്ങനെ അവസാനം ചെന്ന് മൂപ്പത്തിലെത്തി. വിഷയം ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ മടവൂർ ശൈഖ് പറഞ്ഞു ഒന്ന് പോണ്ട, പിന്നെ കുടുങ്ങി പോണ്ട നിർത്തില്ലല്ലോ. രണ്ടാളും കൂടെ ഒന്നും പറയുകയില്ല. അവിടെ പുറത്തേക്ക് എന്താ കാട്ടും നമുക്ക് പോണ്ടാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു ഞാൻ ഏതായാലും പോട്ടെ, ഏതായാലും ഇപ്പൊ വിസയ്ക്ക് ശരിയായി പൈസ കൊടുത്തതാണ്. മറ്റപ്പോ ഞാൻ ഏതായാലും ഇല്ല, മൂപ്പര് പോകണ്ടാണ്, പിന്നെ പോകാൻ പറ്റില്ല. അവസാനം പറ്റിയ കാര്യം നമ്മള് ഒന്നും കൂടി വരിയിൽ പോയിക്കാണ്. ചിലപ്പോൾ അവയോട് പറഞ്ഞാണെങ്കിൽ ഒന്നും കൂടി വരിയിൽ പോയത് രണ്ടാമത് വന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഒരുപക്ഷെ മുപ്പത് പോകുമ്പോൾ ചില പൊയ്ക്കോന്നാലും ഇങ്ങോട്ട് പോകാലോ. അങ്ങനെ രണ്ടാളും കൂടി രണ്ടാമത് വരിയിൽ പോയി. അങ്ങനെ ഒരുപാട് സമയം വഴി നിട്ട് അവസാനം എത്തി മടവൂർ ശൈഖിലെത്തി. ശൈഖിനോട് ഞങ്ങൾ സ്ഥലങ്ങൾ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇത് പോകണ്ടെന്ന്. അപ്പോഴതിന്റെ മറുപടി. അപ്പൊ ഒപ്പ സ്ഥലം പറഞ്ഞു ഞാൻ ഞാനില്ല, ഇനിയിപ്പോ ആലോചിക്കാനില്ല. മറ്റോ പറയും എന്താണ് കാട്ടം പോവുക, ഞാൻ പോയില്ല.
അവസാനം ഒരു പരമ്പര കാണിച്ച് ഒന്നുകൂടി നോക്കുക, ഒന്നുകൂടി വരി നോക്കുക. അങ്ങനെ വരി പിന്നെയും പോയി നിന്നു. അങ്ങനെ കുറെ സമയം നിന്നിട്ട് രാത്രിയായി മൂപ്പര് എത്തുമ്പോ അപ്പോഴും മൂപ്പര് പറഞ്ഞു പോകാൻ പറ്റില്ല, പോയാൽ നിങ്ങൾ അവിടെ ജയിലാവുന്ന. അതോട് തീരുമാനിച്ചു കൊണ്ട് അപ്പൊ മറ്റൊപ്പം ഞാനതും പോവാണ്, ഇത് പോലും ചെയ്യും വേണ്ട. എന്റെ ഉമ്മാനോട് ഇത് പറയരുത്, മടവൂർ ശേഖർ ഇങ്ങനെ പറഞ്ഞത് എന്റെ ഉമ്മാനോട് പറയരുത്. പറഞ്ഞാൽ പിന്നെ ഉമ്മ മുടക്കിടും. അവിടെ ഉമ്മാനോട് പറയരുത്, ഞാൻ പോവാണ്, ആയിക്കോട്ടെ ചോദിക്കോ, ഞാൻ മറ്റും പറഞ്ഞു. ഇയാളെ പോയി ഉമ്മ പറഞ്ഞ മടവൂർ ശേഖർ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ആയിക്കോട്ടെ അല്ലെന്നില്ല. 2 ദിവസം കഴിഞ്ഞേക്ക് വിസ വന്നു. വിസ അമ്മ പണിപ്പ കണ്ടെത്തി മടവൂർ ശേഖർ പോയി കണ്ടതുകൊണ്ട് വിസ ചിലപ്പോൾ കിട്ടി. ഞാൻ പറഞ്ഞ അവിടെ പോയി പറഞ്ഞത് വിസ കിട്ടി. ഇയാൾ പോയി 10-30 ഗൾഫിൽ നിന്ന് അത്യാവശ്യം സമ്പാദിച്ചത് ഉഷാറായി, ഇപ്പോഴും മാന്യമായി ജീവിക്കുന്നു. അങ്ങനെ പോയി കുറെ കാലൊക്കെ പോയി വലിയ അത്യാവശ്യം സമ്പാദിക്കേണ്ട ഉഷാറായി വന്നതിന് ശേഷം ഇയാൾ ഉമ്മാണ് പറഞ്ഞ മടവൂർ സ്ഥലം അന്ന് പറഞ്ഞ് പോണ്ടാനാണ്, പോയതുകൊണ്ട് പോയി കൊടുത്ത് കായ് കിട്ടിയത്. ഇത്ര ഉള്ളിപ്പോഴൊക്കെ. അപ്പൊ ഓരോരുത്തരും പറയുന്നത് അയാൾ പറഞ്ഞാൽ ശരിയാവും, അയാൾ വാക്ക് കിട്ടിയാൽ മതി, അയാളൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, തൊഴിലിന് വീട് കിട്ടിയാൽ മതി. അങ്ങനെയൊന്നുമില്ല. ലോകത്ത് അമ്പിയാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അമ്പിയാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സ്വഹാബിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെക്കാളും ഏത് ഔലിയാക്കന്മാർ ലോകത്തുള്ളത്? ഞാൻ ഔലിയ ബീവിയൊക്കെ പറഞ്ഞാല് ഈ സ്വക്കട് മാറ്റാളും കളഞ്ഞു പോയ സാധനം എടുത്തു കൊടുക്കാനുള്ള സാധനമല്ല. നമുക്ക് അങ്ങനെ ധാരണ. നമുക്ക് ഔലിയ ബീവി തങ്ങളൊക്കെ പറഞ്ഞാല് നമ്മൾ വേഗം അയക്കുന്നതാണ്. സുഹൃത്തുക്കളെ അവിടെ ചെന്നാൽ മതി, വല്ലതും കളഞ്ഞു പോയാൽ അവിടെ പോയി പറഞ്ഞാൽ മതി, ജോലി വേണോ വിസ വേണോ അവിടെ പറഞ്ഞാൽ മതി, കുട്ടാളില്ലേ അവിടെ പറഞ്ഞാൽ മതി, കല്യാണ വിഷയമില്ലേ അവിടെ പറഞ്ഞാൽ മതി. അതല്ല ഔലിയ. വലിയ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം, ഉറ്റ സുഹൃത്ത്, അതേപോലെ സംരക്ഷണം ഏറ്റെടുത്തവൻ എന്നൊക്കെയാണ് വലിയ എന്ന വാക്കിന് അർത്ഥം. അള്ളാന്റെ വലിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തലയുമായി സാമീപ്യം നേടിയവൻ എന്നതിന് അർത്ഥമുള്ളൂ. വലിയുള്ള എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ സാമീപ്യം നേടിയവൻ എന്ന അർത്ഥത്തിലാണ് ആ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. അതാണ് ആ പദത്തിന് ഇസ്ലാമികമായ സാങ്കേതികമായ അർത്ഥമുള്ളത്. പടച്ചറപ്പിനെ ഇബാദത്ത് ചെയ്ത് റബ്ബിന്റെ സാമീപ്യം നേടാൻ ശ്രമിച്ച ആൾക്കാണ് വലിയുള്ള. ഈമാനുള്ളവൻ, മുഅ്മിനായവൻ, തഖ്വയുള്ളവൻ, മുത്തഖിയായവൻ, അതിന് പല മറ്റൊരു പേരാണ് വലിയുള്ള. തഖ്വയുള്ള എല്ലാവരും അല്ലാഹുവിന്റെ വലിയാകും. അല്ലെ വലിയൊരാള് ഒരു പച്ചപ്പൊതുപ്പിടുക, തിരുമ്പി കുറിച്ച നടക്കുക, അതൊന്നുമല്ല. ഒരു പക്ഷെ കച്ചവടക്കാരനാവും, ജോലിക്കാരനാവും, കൃഷിക്കാരനാവും, മറ്റേതും ജോലി ചെയ്യുന്ന ആളാവും. ഇതാണ് വലിയ. അല്ലെ വലിയ പ്രത്യേക കാറ്റഗറി ചെയ്യാണ്ട് അവിടെ പാപ്പായി നടക്കുക, അവിടെ പെരികളൊക്കെ കാണാൻ വരിക, അവിടെ പരിശോധന ബോർഡ് വെക്കുക, അതൊന്നുമില്ല. ഇബാദത്ത് കൊണ്ട്, തഖ്വ കൊണ്ട്, ഈമാൻ കൊണ്ട് റബ്ബിന്റെ സാമീപ്യം നേടാൻ കഴിഞ്ഞവർക്കാണ് വലിയ എന്ന് പറയാ. അതുകൊണ്ട് ഒരാൾ വലിയാണോ അല്ലേന്ന് ഒരു വ്യക്തിക്കും പറയാൻ പറ്റൂല. അല്ലാഹു പറഞ്ഞെങ്കിൽ അറിയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞാൽ, റസൂലുള്ളാഹി പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ലാത്തൊരാളെ പറ്റി അയാൾ അല്ലാഹുവിന്റെ വലിയാകുന്നു എന്ന് പറയാൻ നമുക്ക് ഒരു അധികാരവുമില്ല. നിങ്ങൾ ഈമാൻ തഖ്വയും ശരിയാണ്, സാക്ഷാൽ വലിയാണ് എന്ന് വന്നാൽ പോലും അയാൾ ജീവിതാവസാനം വരെ അങ്ങനത്തെ ഉണ്ടാകുമോ അത് ഉറപ്പില്ല. ഈമാൻ തെറ്റിപ്പോകാം, തഖ്വ കുറയാം, അയാൾ പിന്നീട് പക്ഷെ അവിശ്വാസിയായി മാറാം, അതൊക്കെ ഉണ്ടാകാം. അല്ലാതെ വലിയ ആയതോട് ഈ കാലാകാലമായിക്കൊള്ളുന്നില്ല. അപ്പൊ ദുനിയാവിൽ വെച്ച് ഒരാളെ പേരിൽ അയാൾ വലിയാണ്, അയാൾ ഔലിയാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങൾ സാക്ഷാൽ വലിയ ആണെങ്കിൽ പോലും അതിനർത്ഥം പിന്നെ അയാൾക്ക് സ്വർഗ്ഗം മാറ്റാൻ കഴിയുന്നല്ല, മറഞ്ഞ കാര്യം അറിയുമെന്നല്ല, എന്ത് വിഷയം അവിടെ പോയി പറഞ്ഞാൽ കിട്ടുമെന്നല്ല, ഏത് ആവശ്യം പരിഹരിക്കാൻ പറ്റാവുന്ന ഒരാളായി മാറിയെന്നല്ല, അതൊന്നും അർത്ഥമില്ല അതിന്. നേരെ മറിച്ച് അയാളെ ഈമാൻ തഖ്വയും ശരിയാണെങ്കിൽ പടച്ചറപ്പിന്റെ സാമീപ്യം കിട്ടി പരലോകത്ത് അയാൾക്ക് ലാഭമാണ് എന്നേ അത് അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ഔലുണ്ടായി കഴിഞ്ഞാൽ നീ പേടിക്കാനില്ല, നീ എന്ത് സ്വർഗ്ഗമുണ്ടോ അവിടെ പറഞ്ഞാൽ മതി, അങ്ങനെ ഇല്ല. പിന്നെ പെരക്ക് സ്ഥാനം നോക്കാനും, കിണർ സ്ഥാനം നോക്കാനും, കുറ്റടിക്കാനും, കല്യാണം നിശ്ചയിക്കാനും, അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ എന്തൊക്കെ വിഷയമുണ്ടോ അതിനെല്ലാമുള്ള ഒരു ആശ്രയമായി അയാൾ മാറുന്നു. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പല സ്ഥലത്തും ഇത്തരം മനുഷ്യന്മാരകത്ത് വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ വരിക, ഒരു പാപ്പ, ഒരു ബീവി വരും, എന്താ യോഗ്യത അതൊന്നുമില്ല, അത് ചോദിക്കാൻ പാടില്ല, അതൊന്നുമില്ല. ഈമാൻ തഖ്വയും അതൊന്നും വിഷയമല്ല. ഒരാൾ ബീവിയായി ഒരുപാട് വരിക, അജ്മീറിൽ വരിക, അങ്ങനെ എവിടെ പോയി കൂടിയിട്ടുണ്ട് വന്നിട്ട് ബീവിയായി പറഞ്ഞിട്ട് പിന്നെ ഒരു ബന്ധ അതേപോലെ നടക്കുന്നു വിചാരിക്കും. അങ്ങനെ സംവിധാനം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല, അങ്ങനെ സിസ്റ്റം തന്നെയില്ല, സംവിധാനം തന്നെയില്ല. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ സ്വഹാബിമാരാണ്, ഏറ്റവും വലിയ ബീവിമാർ സ്വഹാബിയായ സ്ത്രീകളാണ്. അവരാരും അങ്ങനത്തെ മാതൃക കാണിച്ചിട്ടില്ല.
അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ഇങ്ങനെ പരിശോധനാ സമയം ഉണ്ടായി. ഈ ഉമ്മത്തെ ഏറ്റവും വലിയ അദ്ദേഹം മറ്റു മുഴുവൻ വിശ്വാസികളെക്കാളേറെ ഈമാൻ കൊണ്ട് മുൻതൂക്കം വഹിക്കുന്നവർ അബൂബക്കർ സിദ്ദീഖല്ലേ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ പരിപാടി അല്ല. അദ്ദേഹം ജോലിക്ക് പോല, അദ്ദേഹം എന്നും ജോലിക്ക് പോകുന്ന ആളാണ്. ആട് നോക്കാൻ, കൃഷി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ എല്ലാം പോയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവസാനം ജീവിതത്തിന്റെ 60-ാമത്തെ വയസ്സിലെ ഖലീഫയായി. 60 വയസ്സ് പ്രായമായപ്പോ നബി തങ്ങൾ വഫാത്തിന് ശേഷം അദ്ദേഹം ഖലീഫ. അതുവരെ അദ്ദേഹത്തെ ജോലി എന്താ? നാട്ടിലേക്കെപ്പോഴും ആടിനെ കളക്ട് ചെയ്യുന്നത് നോക്കാൻ കൊണ്ടു. എല്ലാ പനിയും ആടുകൾ ഒന്നിച്ചെടുക്കും. രാവിലെ ആട്ടിൻകൂട്ടമായി അദ്ദേഹം പോകും. ഏതെങ്കിലും മലന്റെ മേലെ പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വൈകുന്നേരം വരെ ആട് വെക്കും. തിരിച്ചു കുറെ ആടിനെ അവിടെ കൊടുക്കും. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ചെറിയൊരു കൊടുക്കും. അത് ചെറിയ കുറച്ച് പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മാംസമോ മറ്റെന്തെങ്കിലും ഒരു ഗോതമ്പോ മുന്തിരിയോ ഈത്തപ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി അവരതിന് കൂലിയായിട്ട് കൊടുക്കും. ആ കൂലി കൊണ്ട് അവനാന്റെ വീട്ടില് ചെലവഴി. അതിപ്പോ ഓരോ വീട്ടിലും പോയിക്കൊണ്ട് ആ വീട്ടിൽ ചില കൂലിപ്പണികൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അതാ സുന്നീഖുൽ ജോലി 60 വയസ്സ് വരെ. 60 വയസ്സിലാണ് അദ്ദേഹം ഖലീഫയായത്. 2.5 കൊല്ലം ഖലീഫയായി. 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഖലീഫയായി സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അദ്ദേഹം സാധാരണ പോലെ പണിക്കിറങ്ങുക. വൈഖത്താബ് കണ്ടത് ഒടുക്കി വെച്ച് ഞാൻ പണിക്കുക അല്ല, നിങ്ങൾ പഠിക്കുക. ആരാ അവിടെ നാട് നോക്കുക? ആരാ ഭരിക്കുക? ആരാ നാട്ടുകാരെ കാര്യം നോക്കുക? അത് ശരിയാണ്. പക്ഷേ ഞാൻ പണിക്ക് പോകാൻ ഞാൻ എന്റെ വീട്ടിലും വേണ്ടേ ചെലവ് ചെയ്യാം, എന്റെ വീട്ടിലും വേണ്ടേ അവിടെ ഭക്ഷണം കഴിക്കാം, എന്റെ കുടുംബത്തിനും വേണ്ടേ ജീവിക്കാം. അപ്പൊ ഞാൻ രാവിലെ പണിക്കോട്ടെ, പണി കഴിഞ്ഞ് വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാം. അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്ന് പണിക്കോയാല് നാടിന്റെ കാര്യം നോക്കാറുണ്ടാവില്ല. നമുക്ക് എന്ത് സംവിധാനം ചെയ്യാം. അങ്ങനെയാണ് ബൈത്തുൽ മാലിലേക്ക് പോയി ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സുഹൈബിയെ ചെന്ന് കണ്ട് വിഷയം പറഞ്ഞ് മുതിർന്ന സുഹൈബികൾക്ക് ഇവിടെ കൂടി ഈ വിഷയം ഉമർ ഖത്താബ് അവതരിപ്പിച്ചു. സംഗതി എന്താ ചെയ്യുക? ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഖലീഫയാണ്, ഖലീഫയ്ക്ക് മുസ്ലിമീങ്ങളെ മൊത്തം കാര്യം നോക്കേണ്ടതുണ്ട്. അദ്ദേഹം ജോലിക്ക് പോയാൽ സംഗതി ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാം? അങ്ങനെയാണ് കൂടി ആലോചിച്ചിട്ട് ഒരു സംവിധാനമാക്കി കൊടുത്ത് ശരി അദ്ദേഹത്തിനും കുടുംബത്തിനും ഭക്ഷിക്കാൻ വകുപ്പ് എന്ന് കൊടുക്കാം, തിന്നാനുള്ള വകുപ്പ് കൊടുക്കാം, ഒരു കൂട്ടം വസ്ത്രം കൊടുക്കാം. ആ വസ്ത്രം കീറിയാൽ അത് തിരിച്ചേൽപ്പിക്കാം. അപ്പൊ വേറെ ഡ്രസ് കൊടുക്കാം. ഒരു ഡ്രസ് കൊടുക്കുക, അത് തുരുമ്പി അത് കീറി ഉടുക്കാൻ പറ്റുന്ന കോലത്തിലായാൽ അത് തിരിച്ചേൽപ്പിക്കണം. അപ്പൊ വേറെ ജോഡി കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ ഔദ്യം. അല്ല അതേപോലെ പരീക്ഷയിൽ പച്ചപ്പോ കുട്ടി കിട്ടില്ല. എല്ലാവരും വന്നത് കണ്ട് എല്ലാവരും നേർച്ച കൊടുത്ത് എല്ലാവരും കൂടി പലതും കൊടുത്ത് മൂപ്പരിങ്ങനെ ഉറുക്ക് കൊടുത്ത് ഉളി കൊടുത്ത് എരസ് കൊടുത്ത് അങ്ങനെ എഴുതി കൊടുത്ത് ഒരു വാക്കിട്ടി അങ്ങനെ എല്ലാവരും പ്രശ്നം തോന്നുന്നു. അങ്ങനത്തെ ഒരാളായിട്ടല്ല നമുക്ക് സുദീഖ്ലാനോട് ഉമർ ഖത്താബ് അങ്ങനെ തന്നെ. സുദീഖ്ലാനോ ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ അലിബിച്ചാലും എല്ലാവരും ഉസ്മാൻ അഫ്ഫാൻ ഏറ്റവും വലിയ കച്ചവടക്കാരായി. ധാരാളം കച്ചവട സംഘം ഉണ്ടായിരുന്നു. വ്യത്യസ്ത നാടുകളിലേക്ക് അദ്ദേഹത്തിന് കച്ചവട സംഘങ്ങൾ പോകാറുണ്ട്. ധാരാളം ലാഭമുണ്ടാക്കാറുണ്ട്. ആ ലാഭം അദ്ദേഹം തന്റെ കാര്യത്തിലും മുസ്ലിമീങ്ങളെ പോകാഴ്ചയും വേണ്ടി അദ്ദേഹം അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. ആയിഷ ബീവിയും അതേപോലെ മറ്റു സ്വഹാബി സ്ത്രീകളുമൊക്കെയും അവരാരും ഒരു സ്വഹാബി ആയതിന്റെ പേരിൽ ഒരാളും ബീവി ആയതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഉറപ്പിയാവുന്ന സമ്പാദം ഉണ്ടാക്കിയിരിക്കുക. നബി തങ്ങൾ ഉള്ള കാലത്ത് നബി തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്. വല്ലാത്ത പട്ടിണി. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞങ്ങൾ 2 മാസം തീർച്ചയായി തീ കത്താതെ കഴിഞ്ഞു പോയിട്ടുണ്ട് വീട്ടില്. 2 മാസം ഒന്നാകെ ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ടില്ല എന്ന് ആയിഷ ബീവി പറയാം. കേട്ടയച്ച അല്ല ഉമ്മ, പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചത്? തീ കത്തിക്കാതെ 2 മാസം കഴിഞ്ഞു പോയാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അർത്ഥം. നിങ്ങൾ എങ്ങനെ ജീവിച്ചത്? എങ്ങനെ ജീവൻ നിലർത്തിയത്? ആയിഷ ബീവിന്റെ മറുപടി, മോനെ അൽ അസ്വദാനി അത്തംറു വൽ മാ, പച്ചവെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് 2 മാസം കഴിച്ചു കൂട്ടിയത്. ഒന്നും വേവിച്ചിട്ടില്ല, വേവിക്കാൻ ഒന്നുമില്ല, പാചകം ചെയ്യാൻ ഒന്നുമില്ല, ഗോതമ്പിന്റെ പൊടിയില്ല, ഒന്നുമില്ല. ഈത്തപ്പഴം കിട്ടും, പച്ചവെള്ളം കുടിക്കും. അതുകൊണ്ട് ആ മോനെ 2 മാസം ഞങ്ങൾ ജീവിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഒന്നുകൂടെ പട്ടിണിയായി. 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. വല്ലാത്ത പട്ടിണിയും പ്രയാസവുമായി. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, നബിയുടെ ഭാര്യമാർ നബിയുടെ വീട്ടുകാർക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ കൊടുക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒട്ടിയും കാരക്കയും ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഓരോ വീട്ടിൽ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോയത് അങ്ങനെയാണ്.
എന്നിട്ടാണ് നല്ല മിനുസമുള്ള മാംസമുള്ള റൊട്ടി കിട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു ആ റൊട്ടിന്റെ കയ്യിൽ പിടിച്ച് കരയുന്നുണ്ട്. ഒരു പറഞ്ഞ വാക്ക് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇങ്ങനത്തെ റൊട്ടി കഴിച്ചിട്ടില്ല. ഇങ്ങനത്തെ റൊട്ടി നബി തങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഒരു ദിവസം 2 നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ റൊട്ടി കാണുമ്പോ അല്ലാഹു റസൂൽ ഓർക്കുകയാണ് നബി തങ്ങളുടെ ആ പട്ടിണിയും നബി തങ്ങളുടെ ബുദ്ധിമുട്ടും അത് ഓർത്തുപോയാണെന്ന് പറഞ്ഞ് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. ഏറ്റെടുക്കുമ്പോ അവര് പറയണ്ടേ എനിക്കൊന്നും വേണ്ട, ഞാനൊരു ബീവിയല്ലേ, ഞാൻ ഇവിടെ ഇരുന്നാ മതിയല്ലോ, എന്റെ എല്ലാ ബുദ്ധിമുട്ടും തീർക്കാതെ മതി എന്ന് പറഞ്ഞിട്ടില്ല. നബി തങ്ങളെ ശേഷം 48 കൊല്ലമാണ് ആയിഷ ബീവി ജീവിച്ചത്. 48 കൊല്ലം ആയിഷ ബീവി പറഞ്ഞു ഞാനൊരു ബീവിയല്ലേ, എനിക്കെന്തിനാ വേറെ വരുമാനം, ഇവിടെ കാണാൻ വേണ്ട മനുഷ്യന്മാരുണ്ട്, ചികിത്സയ്ക്ക് വേണ്ട ആൾക്കാരുണ്ട്, തങ്ങളെ പ്രശ്നം മുറാദ് ഹാസിലാക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്, ഓർക്ക് വേണ്ടി ദ്വാരം നടത്താൻ പോലെ ആ കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. അതേ വീട്ടിൽ അതേ റൂമിൽ നബി തങ്ങളുടെ ഖബറുമുണ്ട്. ആ ഖബറുകളിൽ നേർച്ചയും അവിടെ ഉള്ള ഒരുപാട് വരുമാനങ്ങളും അതൊക്കെ മതി എന്നവർ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അന്ന് ആ ഖബർ വരുമാന മാർഗമല്ല. ആയിഷ ബീവിന്റെ റൂമിലാണ് നബി തങ്ങളുടെ ഖബർ. ആയിഷ ബീവി കിടക്കുന്ന റൂം, ആ റൂമിലാണ് നബി തങ്ങളുടെ ഖബർ. ഖബറിന് ഇപ്പുറത്ത് ആയിഷ ഒരു ചുവന്ന ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ ചെറിയൊരു മറ കെട്ടുകയാണ്, ഒരു ചുവപ്പ് മറ. അവിടെയുള്ള പഴയ തുണിയെടുത്തിട്ട് ഇങ്ങനെ മറച്ചു. ആ മറന്റെ അപ്പുറത്ത് നബിയുടെ ഖബർ, ഇപ്പുറത്ത് ആയിഷ ബീവി കിടക്കുന്നു. എന്നിട്ട് പോലും ആ ഖബർ അവർക്ക് വരുമാന മാർഗമായിട്ടില്ല. അവിടെ വരുന്ന നേർച്ചയും അവിടേക്ക് വരുന്ന കാണിക്കകളും അവിടേക്ക് കൊടുക്കുന്ന പണവും അവിടേക്ക് വരുന്ന മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളും അതും അത് ജീവിക്കാൻ എന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടില്ല. അവരാണ് ആ ഖബറിനെ വരുമാന മാർഗമാക്കിയിട്ടില്ല. ആളുകൾക്ക് വല്ലതും കളഞ്ഞു പോയാൽ അവിടെ ഒന്നും പറയാറില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ട് തീരാൻ അവിടെ ഒന്നും പറയാറില്ല. മുറാദ് ഹാസിലാകാൻ അവിടെ ഒന്നും പറയാറില്ല. അവർക്ക് പ്രയാസം ബുദ്ധിമുട്ടും അസുഖം വന്നാൽ അവിടെ ഒന്നും പറയാറില്ല. അവരാരും അങ്ങനെയല്ല ആയിഷ ബീവിയെ കണക്കാക്കിയത്. അവരാരും അങ്ങനെയല്ല നബി തങ്ങളുടെ ഖബറിനെ കണക്കാക്കിയത്. ആയിഷ ബീവി അങ്ങനെ കണക്കാക്കിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഔഫിന്റെ വകയായിക്കൊണ്ടാണ് അവരെ വീട്ടിലേക്ക് പിന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ വന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഔലിയാക്കന്മാരുടെ ബീവിമാരുടെ തങ്ങന്മാരുടെ ജീവിത രീതി ഇതായിരുന്നുവെങ്കിൽ ഇന്ന് പലർക്കും വേണ്ട. ഒരു പറഞ്ഞ മസ്തിട്ട് വന്ന് ഞാൻ ബീവിയാന്നാൽ അത് മതി, ബാക്കിയൊന്നും നോട്ടില്ല. പിന്നെ ആൾക്കാരുടെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ എത്ര മനുഷ്യന്മാർ എന്താ ഏതാ എവിടെ അറിയാത്ത, അഡ്രസ് പോലും അറിയാത്ത, കഴിഞ്ഞകാല ജീവിതം ഏറെ മോശമായി ജീവിച്ച ആളുകൾ പോലും തൽക്കാലം പേരിട്ട് എന്തെങ്കിലും പേരാണ് ഒപ്പിച്ചിട്ടാക്കി ബോർഡും വെച്ചാൽ പിന്നെ മറ്റൊന്നും നോട്ടില്ല. അവിടെ മനുഷ്യന്മാരെ മുന്നോക്കി നിൽക്കുകയാണ്. അവസാനം കാണാൻ അവിടുന്ന് മുങ്ങി, പിന്നെ മാനസത്ത് മുങ്ങിയത്. എത്ര ആളുകൾ നിസ്കരിക്കാത്ത മനുഷ്യന്മാർ ഔലിയാക്കന്മാരായി മാറുന്നു, നോമ്പ് വയ്ക്കാത്ത ഔലിയാക്കന്മാരായി മാറുന്നു. തീരെ നിസ്കരിക്കാത്ത ഔലിയെ പരിചയപ്പെട്ടപ്പോ മുമ്പ് എന്താ നിസ്കരിക്കാത്ത വെച്ചു പറഞ്ഞ് കാലിന് നെരിയാണി കാണിച്ചതിൽ പറഞ്ഞു ഇത് കണ്ടോ, ഞാൻ എന്റെ ശരീരം സൃഷ്ടിക്കാൻ മുമ്പ് എന്റെ റൂഹരുമാണ് ഈ ബാധത്തുകൾ അതിന് തഴമ്പാണ് ഇത്. അത് വിശ്വസിക്കാൻ ആളുണ്ട്. അതും വിശ്വസിച്ച് ഒപ്പം കൂടെ ആള് അവസാനം മൂപ്പിൽ അവിടുന്ന് മുങ്ങി. ഓരോ സ്ഥലത്തിങ്ങനെ പൊങ്ങും. തൽക്കാലം അവനാണ് മുറാദ് ഹാസിലായി പോകാൻ അത് മതി. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഇതൊക്കെ ഉണ്ടായി വരുന്നത്? പടച്ച റബ്ബിനെ വിശ്വാസം വന്നിട്ടില്ല. അള്ളാഹുവിന്റെ കഥാകഥകൾ അവർ മനസ്സിലാക്കിയിട്ടില്ല, അത് വിശ്വാസം വന്നിട്ടില്ല. അല്ലെങ്കിൽ നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും പാടില്ല എന്ന നമ്മളൊക്കെ എല്ലാ ദിവസവും 5 നിസ്കാരശേഷം പറഞ്ഞാൽ ദിക്റ് അതെങ്കിലും മനസ്സറിഞ്ഞ് ഒന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ പിന്നെ ഈ വക ചൂഷണ കേന്ദ്രങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ആളുകൾ റബ്ബിലേക്കല്ല ഇന്ന് മനസ്സെടുക്കുന്നത്. ബുദ്ധിമുട്ടും പുസ്തകം വന്നാൽ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് കൈയുയർത്തുക എന്ന ഒന്നില്ല. അതിനു പകരം ഇത്തരം കേന്ദ്രങ്ങളാണ്. ഒന്നുകിൽ ജാറങ്ങൾ, ദർഗകൾ, അല്ലെങ്കിൽ ബീവിമാർ, തങ്ങന്മാര്, ഈ വക വല്ലാത്തതാണെങ്കിൽ മറ്റുള്ള വഴികൾ, ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, കണക്കന്മാര് ഒക്കെ എല്ലാം ഏതാണ്ട് ഒരേ ടൈപ്പാണ്. പേര് മാറുന്നു എന്നേ ഉള്ളൂ. അവിടെയൊക്കെ പോയി ഓരോരുത്തർ പോയി പിന്നെ അപ്പുറത്ത് പോയി അങ്ങനെ പോവാറ് ആളുകൾ. അവിടെ പോയൊക്കെ എനിക്ക് അവിടെ പോയിട്ട് ശരിയായത്, ഇവിടെ പോയൊക്കെ അവിടെ പോയിട്ട് ശരിയായത്, അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറി പോയി തങ്ങളുടെ പണവും തങ്ങളുടെ സമയവും ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല അതിനേക്കാളേറെ തന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയാണ് പോകുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു فسأله عن شيء لم تقبل له صلاة 40 يوما من أتى عرافا ആരെങ്കിലും അറാഫിനെ സമീപിച്ചാൽ ആരാ അറാഫ്? അതിന് വ്യാഖ്യാനങ്ങൾ കാണാം. അറാഫ് എന്ന് പറഞ്ഞാൽ
മറഞ്ഞ കാര്യം അറിയുമെന്ന് അവകാശപ്പെടുന്നവൻ അത് അർറാഫ്. നാളത്തെ കാര്യം പറയാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നവർ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളുടെ സ്ഥാനം അറിയുമെന്ന് അവകാശപ്പെടുന്നവർ, അവർക്ക് അർറാഫ് എന്ന് അറബി ഉപയോഗിക്കുക. മൻ അതാ അർറാഫൻ, ഭാവി പ്രവചകനെ, അദൃശ്യമറിയുമെന്ന് വാദിക്കുന്നവരെ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ കിട്ടാൻ തരാൻ കാണിച്ചു തരാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നവരെ ഒരാൾ സമീപിച്ചാൽ, ഔ കാഹിന, അല്ലെങ്കിൽ ജ്യോത്സ്യനെ സമീപിച്ചാൽ, അർറാഫിനെയോ കാഹിനെയോ സമീപിച്ചാൽ, ജ്യോത്സ്യനെയോ മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്നവരെയോ ഒരാൾ സമീപിച്ചാൽ, ഫസഅലഹു അൻ ശൈഇൻ, എന്ന് അവരോട് വല്ല കാര്യവും ചോദിച്ചാൽ, വല്ലതും ചോദിച്ചു എങ്കിൽ ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ചെന്ന് ചോദിച്ചാൽ തന്നെ. അങ്ങനത്തെ കാലത്ത് പോയി ഏതൊരു ബീവി വന്നു, ഏതോ തങ്ങൾ വന്നു, ഏതൊരു ഔലിപ്പാപ്പ വന്നു എന്ന് കേൾക്കുമ്പോൾ ഓടിച്ചെന്നു പ്രശ്നങ്ങൾ പറഞ്ഞു, വിശ്വസിച്ചില്ല ഒന്നുമില്ല. എന്നാൽ തന്നെയും 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. ഈ ചെന്നു ചോദിച്ചു എന്ന് മാത്രമല്ല, അവൻ പറയുന്ന കാര്യം സത്യപ്പെടുത്തുകയും ചെയ്തു. ചെന്നു പറഞ്ഞപ്പോ മൂപ്പര് പരിഹാരം പറഞ്ഞു, അതും വിശ്വസിച്ചു പോന്നു. ഒരു നൂലെടുത്തു, ഇത് കെട്ടിയാൽ മതിയാണ്. ആ നൂലും വാങ്ങി സമാധാനം പറഞ്ഞവൻ തിരിച്ചു പോന്നു. അല്ലെങ്കിൽ തകപ്പാപ്പ പറഞ്ഞു, ആ എന്റെ സാധനം പോയില്ലേ, അത് തെരഞ്ഞോ കിട്ടും, എവിടെയും പോയിട്ടില്ല. അത് അവൻ വിശ്വസിച്ചു. എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ദീനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിക്ക് അല്ലാഹു കൊടുത്ത ദീനിന്റെ അടിസ്ഥാനമാണ് ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത, റബ്ബേ നീ തന്നാൽ തടയാൻ ആളില്ല, നീ തടഞ്ഞാൽ തരാനും ആളില്ല. അത് വിശ്വാസമില്ല, അവൻ അവിശ്വസിച്ചിരിക്കുന്നു. ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചിരിക്കുന്നു ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ആശയത്തിൽ അവൻ അവിശ്വസിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വ്യക്തമായ ഹദീസ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വീകാര്യമാണ്, സ്വഹീഹാണ് എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന സ്വീകരിച്ചു പോന്ന ഹദീസാണ്. ആ ഹദീസിനെ പറ്റി അഭിപ്രായ വ്യത്യാസം പോലുമില്ല, ആർക്കും തർക്കമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഹദീസ്. എന്നിട്ട് പോലും അതിന് വിരുദ്ധമായി കൊണ്ടാണ് ഇന്ന് ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ശരിയല്ല. നബിയുടെ സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് ജ്യോത്സ്യന്മാരെ പറ്റി പറയാനുള്ളത്? നബിയോട് ചോദിക്കുന്നത് ജ്യോത്സ്യന്മാരെ പറ്റി ചോദിക്കുകയാണ്. നബി ഞങ്ങൾ പറഞ്ഞ മറുപടി, അവർ ഒന്നുമല്ല, അവർ ഒന്നുമല്ല. അപ്പൊ സ്വഹാബി പറഞ്ഞു, നബി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഒന്നുമല്ല പറയാം, അവർ പറഞ്ഞ പല കാര്യവും ശരിയാകുന്നുണ്ടല്ലോ. ആളുകൾ പെട്ടുപോകരുത്. അവിടെ ചെല്ലുമ്പോ തങ്ങൾ ഇങ്ങോട്ട് വെക്കും, സ്വന്തം കാണാനല്ലേ, അതോട് പിന്നെ ആകെ വേജാറായി. ഓഹോ, എന്താപ്പോ നിങ്ങൾ പറഞ്ഞ പോലുമല്ല, ഭയങ്കര കറാമത്താട്ടോ, ഞാൻ എന്റെ വിഷയം പറയാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മളെന്നെ ചെല്ലുമ്പോഴേക്ക് ഇങ്ങോട്ട് പറയുന്നു. അപ്പൊ തോന്നുന്നു ഇയാൾക്ക് വലിയ കറാമത്തുണ്ട്. അത് കറാമത്തല്ല. അല്ല, സ്വഹീഹ് നബിയെ അവർ പറഞ്ഞ കാര്യം ശരിയാകുന്നുണ്ടല്ലോ. നബി ഞങ്ങൾ പറഞ്ഞു, അത് ചില വചനങ്ങൾ മലക്കുകൾ സംസാരത്തിൽ നിന്ന് ജിന്നുകൾ തട്ടിയെടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് 100 കളവും കൂടെ കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് ഈ ജ്യോത്സ്യന്റെ കാതിൽ വന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു. ഇതാണ് രഹസ്യമെന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ആളുകൾ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല നിശ്ചയിച്ച തീരുമാനിച്ച കാര്യങ്ങൾ റബ്ബ് മലക്കുകളെ അറിയിക്കും. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ചില ഡ്യൂട്ടികൾ മലക്കുകൾ കൊടുക്കും. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ഈ സംസാരം ജിന്നുകൾ കേൾക്കും. ആ കേട്ടത് ചില ജിന്നുകൾ കൊണ്ടുവന്ന് അവരുടെ ഏജന്റുമാരായ ഇത്തരം ജ്യോത്സ്യന്മാരെ കൈമാറി കൊടുക്കും. അതിന്റെ കൂടെ 100 കളവും കൂടി അവൻ കൂട്ടിച്ചേർത്ത് പറയും. വൈകുന്നേരമ്പോഴേക്ക് 500 ആൾ വന്നാല് ഒരാൾക്ക് 2ആൾക്കോ 3ആൾക്കോ ശരിയിട്ടുണ്ടാവും. ഒരാൾ മാത്രം ചോദിച്ചിട്ടുണ്ടാവും, സുഖല്ലേ, ഇന്ന പ്രസിഡന്റിലെ സാധനം പോയല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു ഒറ്റയോട് ബാക്കി ആൾ ചോദിച്ചിട്ടുണ്ടാവും. അത് മതിയാവും. ആ ഒറ്റ ചോദ്യം കൊണ്ട് അവൻ പിന്നെ ഒരുപാട് ദിവസം മുന്നോട്ട് പോകാൻ അത് മതി. ഇത് കാലിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. ഈ ആ രഹസ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് മാറിയല്ലോ, അവിടെ പോയിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ അർത്ഥമില്ല. കിട്ടൂലേ, മാറൂലേ, അതല്ല വിഷയം. നേരെ മറിച്ച് ഇവിടെ പടച്ചറബിന്റെ സ്ഥാനം ഇവർക്ക് വകവെച്ചു കൊടുക്കലാണ്.
അതുകൊണ്ട് അവിടെ പോയിട്ട് കിട്ടിയാലും വേണ്ടില്ല, കിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവർ പറഞ്ഞ് ശരിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടില്ല. അതിനുള്ളിൽ രഹസ്യമിലാണ്, തട്ടിപ്പിലാണ്, ഇത് പൈശാചികമായ ബന്ധങ്ങളാണ്, ഇത് ശിർക്കിന്റെ വശങ്ങളാണ്, എനിക്ക് ആവശ്യമില്ല, ഇത് തീരുമാനിക്കാനാണ് വിശ്വാസിക്ക് പറ്റേണ്ടത്. സഹോദരൻ, അള്ളാഹനെ മനസ്സിലാക്കുക, അതാണ് അടിസ്ഥാന പരിഹാരം. അല്ലാഹു പറഞ്ഞല്ലോ, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവിനെ കണക്കാക്കുന്ന ക്രമപ്രകാരം അവനെ കണക്കാക്കിയിട്ടില്ല. പടച്ചറബ്ബിനെ മനസ്സിലാക്കിയ മുറപ്രകാരം അവനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹനെ പറ്റി തെറ്റായ ധാരണയാണ്. അള്ളാഹനെ പറ്റി എപ്പോഴും മനുഷ്യന്മാർ മോശമായിട്ടാണ് വിചാരിക്കുന്നത്. എന്തിനും ഏതിനും അള്ളാഹനെ കുറ്റം, എന്തേ പെങ്ങനെ, എന്തേ പെന്റെ കാര്യങ്ങള്, എന്താ അള്ളാഹ് ഇങ്ങനെ ആക്കിയത്, എന്തേ ഞാൻ ഇങ്ങനെ ആയത്, ഇതല്ലേ പലപ്പോഴും പറയാം. എന്ത് വിഷയം അങ്ങനെയാണ്. ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും എന്താ റബ്ബേ പഠിച്ചോ ഇങ്ങനെ, അപ്പൊ അള്ളാഹ് ചെയ്തത് ശരിയായില്ല എന്ന മട്ടിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചതിന് അള്ളാഹനെ പറ്റി മോശമായ പല വിചാരങ്ങളും വെച്ചുലത്തുമെന്ന് അള്ളാഹു ആക്ഷേപ സ്വരത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദുഷിച്ച ചിന്തകൾ, അതേതാ ജാഹിലിയ്യ കാലത്തുണ്ടായ ചിന്തകൾ എന്ന് അള്ളാഹു ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. നിസ്സാര കാര്യം വരുമ്പോഴേക്ക് അള്ളാഹനെ കുറ്റം പറയും. എന്റെ അങ്ങനെ എന്റെ വീട്ടിൽ ആർക്കും ഈ ബുദ്ധിമുട്ട്, എനിക്ക് മാത്രം എങ്ങനായി, എന്റെ പള്ളങ്ങനാക്കി എന്ന് പറഞ്ഞ അള്ളാഹ് ചെയ്തത് ശരിയായില്ല എന്ന മട്ടിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവും. ഏത് കാര്യത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും എവിടെയെങ്കിലും ചെറിയൊരു നട്ടം വന്നാൽ മതി, ഒരു അസുഖം വന്നാൽ മതി, ഒരു സാമ്പത്തിക പ്രയാസം ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു പരിക്കുണ്ടായാൽ മതി, അപ്പോഴേക്ക് എന്താ ഞാൻ തന്നെ ഉള്ളു ഇങ്ങനെ, ബാക്കി എല്ലാവർക്കും സുഖമാണ്, എനിക്കെന്നും ബുദ്ധിമുട്ടാണ്, ഞാനൊന്നും കട്ടപ്പാടിലാണ്, എനിക്കെന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് പടച്ചറബ്ബിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന, അള്ളാഹനെ പറ്റി മോശം വിചാരിക്കുന്ന എന്ന് പറഞ്ഞ സാഹചര്യമാണ് ആളുകൾക്കുള്ളത്. നേരെ മറിച്ച് നബിയുടെ രീതി എന്താ? എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ്. കാരണം റബ്ബിന്റെ തീരുമാനമാണ്. എന്ത് റബ്ബ് തീരുമാനിച്ചത് അത് റബ്ബിന്റെ ഉദ്ദേശമാണ്, അത് റബ്ബിന്റെ ഹിക്മത്താണ്. അവൻ ഖൈറ ഉദ്ദേശിച്ചത്, അല്ലാഹു നമുക്ക് ശർ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹ് ഖൈറ ഉദ്ദേശിക്കുന്നുള്ളൂ. അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മാ തറാ ഫീ ഖൽഖി റഹ്മാൻ മിൻ തഫാവുത്, റഹ്മാന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റവ്യത്യാസം പോലും കാണാൻ കഴിയുകയില്ല. ചില മനുഷ്യന്മാർക്ക് ദുരന്തമാണ് നമ്മുടെ കാഴ്ചയിൽ, അതും അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്, അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. ചില ജീവികൾക്ക് വിഷമുണ്ട്, എന്തേ അത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. എന്താ എല്ലാ ജീവിതയും വിഷമില്ലാത്ത ജീവികൾക്ക് അല്ലാഹു പറ്റും. ചില പാമ്പിന് വിഷമുണ്ട്, ചില പാമ്പിന് വിഷമില്ല. ചില ജീവികൾക്ക് വിഷമുണ്ട്, ചില വിഷമില്ല. എന്തെങ്കിലും അത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. അത് സൃഷ്ടിച്ചതിൽ അത് ശർറല്ല, അത് ഖൈറാണ്. നമുക്കൊരു പക്ഷേ പാമ്പ് പിടിച്ചാൽ തൽക്കാലം ബുദ്ധിമുട്ടുണ്ടായേക്കാം. അത് അല്ലാഹു നമുക്ക് ശർറുണ്ടാക്കിയതല്ല. അല്ലാഹു സംവിധാനിച്ച എല്ലാം അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അല്ലാഹു സൃഷ്ടിച്ച എല്ലാം അഹ്സന, അവൻ നന്നാക്കിയിരിക്കുന്നു, അല്ലാത്തൊന്നുമില്ല. നമുക്ക് ആപേക്ഷികമായി ശർറായി മാറിയേക്കാം. നമ്മൾ പോത്രഫലമായി നമ്മുടെ ചില കാരണങ്ങളൊക്കെ ചിലപ്പോൾ തൽക്കാലം ഒരു ശർറായി മാറിയേക്കാമെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സംവിധാനിച്ചത് ഒരു ഖൈറായ കാര്യത്തിൽ മാത്രമാണ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ നിരാശയില്ല, പിന്നെ റബ്ബിനെ പറ്റി മോശമായ വിചാരമില്ല, അല്ലാഹനെ പറ്റി അങ്ങനെ ചീത്തയായ സംസാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തിനും ഏതിനും അല്ലാഹനെ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടാവും. സഹോദരങ്ങൾ, ഈമാൻ മാറണം എണ്ണിപ്പണ്ട് പോകാൻ മാത്രമുള്ളതല്ല, അത് വിശ്വാസമാണ്, അത് ബോധ്യമാണ്, ദൃഢമായ വിശ്വാസമാണ്. ഈമാനാകണമെങ്കിൽ മൂന്ന് കാര്യം പൂർത്തിയാകണം. ഈമാൻ പറയണമെങ്കിൽ അല്ലാഹനെ പറ്റി വിശ്വാസമുണ്ട്, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിന്റെ വിശ്വാസം ഈമാൻ. ഈമാൻ എന്ന് പറയണമെങ്കിൽ മൂന്ന് കാര്യം വേണം. ഒന്ന്, മനസ്സിൽ ബോധ്യമുണ്ടാകണം. രണ്ട്, നാവ് കൊണ്ട് പറയാൻ പറ്റണം. മൂന്ന്, അത് പ്രകാരം അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യണം. അതാ ഈമാൻ. മനസ്സിൽ ബോധ്യമുണ്ടാവുക, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തുക, വഇഖ്റാറുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് അംഗീകരിക്കുക, വഅമലുൻ ബിൽ ജവാരിഹി, അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുക. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് ഈമാനാവാം. ഒരു ഉറപ്പുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്, നാവ് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ചെയ്തികൾ അതനുസരിച്ചല്ല, ഈമാൻ പൂർണ്ണമല്ല. അതുകൊണ്ട് നബികൾ പറഞ്ഞത് ഈമാൻ 70 പരം ശാഖകളാണ്. വഴിയിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ പോലും ഈമാന്റെ ഭാഗമാണ്. ഏറ്റവും മുന്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെയുള്ളത് ഇബാദത്തുൽ അലാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ പോലും ഈമാന്റെ ഭാഗമാണ്. തെറ്റ് ചെയ്യാനുള്ള മടി,
ഹറാമ് ചെയ്യാനുള്ള മടി, കറാഹത്ത് ചെയ്യാനുള്ള മടി, തൊലിവാസം ചെയ്യാനുള്ള മടി, അത് ഈമാന്റെ ഭാഗമാണ്. വിശ്വാസം ശരിയാണോ ഒരു ഹറാമ് ചെയ്യാൻ ഒരു കുറ്റബോധം ഉണ്ടാകും. ഒരു വേണ്ടാവസ്ഥ ചെയ്യുമ്പോ വല്ലാത്ത പ്രയാസമുണ്ടാകും, ഒരു മനസ്സാക്ഷി കുറ്റുണ്ടാകും. അതില്ലേ ഈമാനിൽ കുറവുണ്ട്. വഴിയിൽ ബുദ്ധിമുട്ട് കണ്ടു, അതങ്ങ് എടുത്തിടാൻ തോന്നുന്നില്ല, അത് ഈമാനിൽ കുറവുണ്ട്. പോണ വഴിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു മാലിന്യം, എന്തെങ്കിലും ഒരു മുള്ള്, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടു, അതങ്ങ് നീക്കിയിടാൻ അവിടെ തോന്നുന്നില്ലെങ്കിൽ ഈമാനിൽ കുറവുണ്ട്. കാരണം അമലുണ്ട്, ജവാരി അവയവം കൊണ്ടുള്ള അമലാണ് ഇതൊക്കെ. ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാന്റെ സ്ഥാനത്തിൽ ഉണ്ടാവേണ്ട അമലാണ് ഇതൊക്കെ. ഈമാൻ ശരിയാണോ, വിശ്വാസം ശരിയാണോ എങ്കിൽ വഴിയിൽ കാണുന്ന മാലിന്യങ്ങൾ എടുത്തിടാൻ അവന്റെ അവയവങ്ങൾ മുന്നോട്ട് വരും. ഒരു ഹറാമ മുന്നിൽ വരുമ്പോൾ കണ്ണടയും, ഒരു ഹറാമ കേൾക്കേണ്ടി വരുമ്പോൾ അത് കേൾക്കാതെ വഴിമാറിപ്പോകും. ഒരു കളവ് പറയാൻ സാഹചര്യം വരുമ്പോ ആ കളവ് പറയാതെ അവർ പിന്മാറിപ്പോകും. അത് ഈമാനിന്റെ ബാഹ്യമായ പ്രകടനമാണ്. അവയവങ്ങൾ കൊണ്ട് അമലാക്കി മാറ്റുക. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്. അല്ലാതെ എനിക്ക് ഈമാൻ കാര്യമില്ല, എനിക്ക് അല്ലാതെ വിശ്വാസം ഉണ്ടപ്പോ ഈമാൻ ശരിയായി എന്നല്ല. അത് അഹ്ലുസ് സുന്നയുടെ വിശ്വാസമല്ല. അഹ്ലുസ് സുന്നയുടെ നിലപാട് പ്രകാരം ഈ മൂന്ന് മേഖല പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത്. സഹോദരങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പ്രധാനം. അതിനുള്ള വലിയ പ്രമാണങ്ങളാണ്. അതാണ് വെളിച്ചത്തിന്റെ സ്രോതസ്. ബാക്കിയൊന്നും വെളിച്ചമല്ല, ബാക്കിയെല്ലാം ഇരുട്ട് മാത്രമാണ് പ്രദാനം ചെയ്യുക. ഈ പ്രമാണങ്ങളല്ലാത്ത മറ്റ് ഏതിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചാലും, മറ്റ് ഏതിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ തർത്തീബുണ്ടാക്കിയാലും അത് വെളിച്ചമല്ല, അതെല്ലാം ഇരുട്ട് മാത്രമാണ്. വെളിച്ചത്തിന്റെ സ്രോതസ് പടച്ച റബ്ബാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ വെളിച്ചമാണ് അല്ലാഹ്. സൂറത്തുൻ നൂർ എന്നുള്ള സൂറത്തിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാം വെളിച്ചം എന്ന അധ്യായം, പ്രകാശം എന്ന അധ്യായം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശഭൂമികളുടെ വെളിച്ചമാണ് എന്നുള്ള ഉദാഹരണം പോലും പറഞ്ഞു. മസലൂരിഹി കമിഷ്കാത്ത്, അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലെയാണ്. ഫിഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിന് വിളക്കുണ്ട്. ആ വിളക്കാവട്ടെ ഒരു ഗ്ലാസിനുള്ളിലാണ്, ചില്ലിനുള്ളിലാണ്. അതിന്റെ എണ്ണയാവട്ടെ സ്വയം തെളിയുന്ന, പ്രകാശിക്കുന്ന, വെളിച്ചമുള്ള, വെട്ടിത്തിളങ്ങുന്ന എണ്ണയാണ്. ആ വിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും അത് എണ്ണ പോലും നല്ല വെളിച്ചമുള്ള എണ്ണയാണ്. അങ്ങനെയുള്ള തിളങ്ങുന്ന എണ്ണ ചില്ലുകൂട്ടിനുള്ളിൽ വെച്ച വിളക്ക്, ആ വിളക്ക് കത്തുന്നു. ഇങ്ങനെ നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് മേൽ വെളിച്ചം. ഇതാണ് ആ വെളിച്ചത്തിന്റെ ഉദാഹരണം. അതെവിടെ ഉണ്ടാവുക? ആ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ് പള്ളികൾ. ആ വെളിച്ചത്തിന്റെ കേന്ദ്രം പള്ളികളാണ്. ആ പള്ളി അല്ലാഹ് കൽപ്പിച്ചതാണ് ഉണ്ടാക്കാൻ. നിർമ്മിക്കാൻ പടച്ചറപ്പ് ആഹ്വാനം ചെയ്ത ഭവനങ്ങളാണ് പള്ളികൾ. അവിടെ കല്ലറയ്ക്ക വെളിച്ചത്തിന്റെ സ്രോതസ്സാണ് വിശുദ്ധ ഖുർആൻ, പ്രവാചക വചനങ്ങൾ. അതാണ് വെളിച്ചത്തിന്റെ സ്രോതസ്. അല്ലാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹിയുടെ സുന്നത്താകുന്ന വഹ്യ്, ഈ വഹ്യാണ് വെളിച്ചമായി അല്ലാഹു നമുക്ക് നൽകുന്നത്. ആ വെളിച്ചത്തിലാണ് എല്ലാം ഉള്ളത്. അറിവിന്റെ സ്രോതസ് വഹ്യാണ്, ഹിദായത്തിന്റെ സ്രോതസ് വഹ്യാണ്, സന്മാർഗത്തിന്റെ സ്രോതസ് വഹ്യാണ്, ദിവ്യബോധനമാണ്. പടച്ചറപ്പ് കൽപ്പിച്ച കൽപ്പനകൾ, റബ്ബിറക്കിയ അധ്യാപനങ്ങൾ, റബ്ബ് പഠിപ്പിച്ച ഭാഗങ്ങൾ, അതിലാണ് സന്മാർഗമുള്ളത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ആ കിതാബിൽ സംശയമില്ല, ലാ റൈബ ഫീഹി, സംശയമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്, സന്മാർഗമാണ്. കിതാബ് വെളിച്ചമാണ്, നബിതങ്ങൾ സന്മാർഗമാണ്. ഇന്നക തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ താങ്കൾ വഴി കാണിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്, നേരായ വഴിയിലേക്കാണ്. നബി നിങ്ങൾ വഴി കാണിച്ചത് നേരായ വഴിയിലേക്ക്, ഖുർആൻ വഴി കാണിച്ചത് നേരായ വഴിയിലേക്ക്. ഇന്നഹാൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ വഴി കാണിക്കുന്നത് ഏറ്റവും ശരിയായ, ഏറ്റവും ചൊവ്വായ വഴിയിലേക്കാണ്. കാരണം നബി നിങ്ങൾ വഴി കാണിക്കുന്നത് ഇലാ സിറാത്തുൽ മുസ്തഖീം. ഇന്നഹാൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ വഴി കാണിക്കുന്നത് ഏറ്റവും ചൊവ്വായ വഴിയിലേക്കാണ്. ഇതാണ് വെളിച്ചത്തിന്റെ അടിസ്ഥാനം. അല്ലാഹുവിന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്ത്, അതിലുണ്ടോ അത് വെളിച്ചമാണ്. ഹക്കിന് വെളിച്ചമുണ്ട്. ഹക്കിന് വെളിച്ചമുണ്ട് എന്നാണ്, സത്യത്തിന് വല്ലാത്ത വെളിച്ചമുണ്ട്, തെളിമയുണ്ട്.
അത് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞതും ആരെങ്കിലും എഴുതിയതും ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ പഠിച്ചുവിട്ടതുമായ കള്ളക്കഥകൾ, പാട്ടും ബെയ്ത്തുകൾ, മാലമൂലീതുകൾ, കഥകളെ കഥകൾ അതിനെ പിന്നാലെ പോയാൽ അത് വെളിച്ചമല്ല, അത് ഇരുട്ടാണ്, അത് അന്ധകാരമാണ്. അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞത് യുഖ്രിജുൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാഹു തആല അമ്പിയാക്കളെ പറഞ്ഞത്. അതിനാ കിതാബ് ഇറക്കിയത്, അതിനാ ഖുർആൻ വന്നത്, അതിനാ ഹദീസ് ഉണ്ടായത്, അതിനാ അല്ലാഹു തആല വഹീ നൽകിയത്. ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇതെല്ലാം. ആളുകളാവട്ടെ ആ ഖുർആൻ കൈയൊഴിഞ്ഞു, ഹദീസിനെ കൈയൊഴിഞ്ഞു. ഖുർആൻ തെറ്റുകൂടെ ഓതാൻ പോലും അറിയുന്ന മനുഷ്യന്മാരെ എണ്ണം കുറയുകയാണ്. മുസ്തഫയുടെ മറച്ചുകൊടുത്താൽ 7 പേജ് കിട്ടിയാലും തെറ്റില്ലാതെ ഓതുമെന്ന് പറയാൻ പോലും ധൈര്യമുള്ള മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരായത്തിനെ പോലും അർത്ഥമറിയില്ല മഹാഭൂരിപക്ഷ മുസ്ലിമീങ്ങൾക്ക്. ഒരായത്ത് പോലും കേട്ടാൽ ഈ ആയത്ത് അല്ലാഹ് എന്താ പറഞ്ഞത്, എന്നോട് എന്താ കൽപ്പിച്ചത് എന്ന് എത്ര ആയത്ത് കേട്ടാൽ സഹോദരന്മാരെ നമുക്ക് പറയാൻ കഴിയും? ഹദീസിനെ പറ്റി എന്താ നമുക്കറിയാം? ഇത്രയും വലിയ വെളിച്ചത്തെ നാം കെട്ടിപ്പൂട്ടി വെച്ചു. അത് തുറന്നാൽ നമുക്കുള്ള വെളിച്ചമാണ്. അല്ലാഹുവിന്റെ കിതാബ് എല്ലാം വെളിച്ചമാണ്. മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലന്റെ മേലെ കയറി പോയതെന്തിനാ? തീ കണ്ടപ്പോ പോയത്. തീ കണ്ടപ്പോ അതിന് ചൂട്ടിലെത്തിച്ചു വരാം, ഒരു വെളിച്ചം കിട്ടി വരാം. അല്ലെങ്കിൽ ആ തീയിന്റെ അവിടുന്ന് വല്ല വഴികാട്ടിയും കിട്ടിയേക്കാം എന്ന് പറഞ്ഞ് ഭാര്യയെ, കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് മല കയറി പോയതാണ്. കൊടുത്തതോ സാധാരണ തീയല്ല, ഇസ്രായേൽ മക്കൾക്ക് മൊത്തമുള്ള വെളിച്ചമാണ്, തൗറാത്താണ്, നുബുവത്താണ്, നബിയായി തെരഞ്ഞെടുക്കുകയാണ്. നബിയായി തെരഞ്ഞെടുത്തിട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും വഴികാട്ടിയാവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നതുപോലെ വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്, വഴികാട്ടിയാണ്. പക്ഷേ ആ ഒരു മഹാ വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രം നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അത് പൂട്ടിവെച്ച് അത് തുറക്കാതെ, അതിലേക്ക് മനസ്സ് കൊടുക്കാതെ, അതിന്റെ ആശയങ്ങളെ മനസ്സിലേക്ക് സ്വീകരിക്കാതെ അതങ്ങ് പൂട്ടിവെച്ചിട്ട് നമ്മൾ പോകുക. അവിടെ ബീവിണ്ട്, ഇവിടെ തങ്ങളുണ്ട്, അവിടെ പാപ്പുണ്ട്, അവിടെ ജാറുണ്ട്, ഇവിടെ കോയപ്പാപ്പുണ്ട്, അങ്ങേപ്പത്തെ മറ്റേ പാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുക. നമ്മൾ വെളിച്ചം തന്നിട്ട് അതൊന്നും വെളിച്ചത്തിന്റെ സ്രോതസ്സല്ല, അതെല്ലാം വീട്ടുമേ ഇരുട്ടുകളാണ്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം. ഹദീസിനെ പറ്റി എന്താ സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്ത് അറിയാം? ഒരു ഹദീസ് പോലും അറിയാത്ത മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവർ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ പോലും അർത്ഥമറിയാത്തവർ, 30, 40, 50, 60, 70, 80 കൊല്ലം ജീവിച്ചിട്ട് പോലും ഒരു ആയത്തിനെ പോലും അർത്ഥം പഠിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്തവർ. എത്ര വലിയ നഷ്ടമാണ്! അത് പ്രമാണങ്ങളെ കൂടെ സഞ്ചരിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം, ആശയം പഠിക്കണം, ഹദീസുകൾ പഠിക്കണം. എമ്പാടും സംവിധാനങ്ങളുണ്ട്. പഠിച്ചപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ നൽകി. നമുക്ക് ഭാഷ പ്രശ്നമില്ല, എഴുത്ത് പോലും അറിയേണ്ട ആവശ്യമില്ല. മൊബൈൽ എടുത്തിട്ട് തൊള്ളോട് പറഞ്ഞാൽ മതി, അത് ഏത് ഭാഷയ്ക്കും അവിടെ മാറ്റി തരും. ഏത് ആയത്ത് നമ്മൾ ചോദിച്ചാൽ മതി, അതിന് സൂറത്ത് നമ്പർ, ആയത്ത് നമ്പർ എല്ലാവരും തരും. അതിന് അർത്ഥം വേണോ, ഏത് ഭാഷയാണ് വേണ്ടത്, ഈ മൊബൈലിൽ കിട്ടും. അത്രയേറെ പഠിച്ചപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ തന്നിട്ട് പോലും വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് പോലും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ നഷ്ടക്കാർ മറ്റാരാണ്? നേരം വെളുത്ത് വൈകുന്നേരം വരെ, രാത്രി വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ നെറ്റ് പോലും ഓഫാക്കിയ പോലും വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ വാർത്തയും അറിയുന്നുണ്ട്, എല്ലാ ചാനലും നോക്കുന്നുണ്ട്, യൂട്യൂബും ഫേസ്ബുക്കും അടക്കം എല്ലാത്തിനും പിന്നാലെ നമ്മളുണ്ട്. ലോകത്ത് ആരെന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മുടെ ഫോണൊക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, നാട്ടിലെ വിഷയത്തിൽ, വ്യത്യസ്തമായ മേഖലയിൽ, നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത മേഖലകളിൽ പോലും നമ്മളെല്ലാം വായിച്ചും കേട്ടും പോകുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം 2 ആയത്ത് പഠിക്കട്ടെ, 4 ആയത്ത് പഠിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെളിച്ചം കിട്ടും? അതുകൊണ്ട് പ്രമാണങ്ങളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. അതാണ് വെളിച്ചത്തുള്ള വഴി. ആ വെളിച്ചം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടുപോയി. വെളിച്ചം വന്നാൽ ഇരുട്ടുപോയി. അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം ഉള്ളിൽ കയറിയാൽ, ഖുർആനിലേക്കുള്ള ജീവിതം വന്നാൽ പിന്നെ ഇരുട്ടുകളില്ല. ഈ ലൈറ്റ് എത്തിയപ്പോ കണ്ടോ, ഇവിടെ ഇരുട്ടില്ലല്ലോ, അപ്പുറപ്പുറക്കെ ഇരുട്ടാണ്. ലൈറ്റ് ഓണായാൽ ഇരുട്ടുപോയി. ഖുർആനാകുന്ന വെളിച്ചം വന്നാൽ, ഹിദായത്താകുന്ന വെളിച്ചം വന്നാൽ, അന്ധവിശ്വാസമാകുന്ന ഇരുട്ട് ഇല്ലാതായി പോകും. രണ്ടും ഒപ്പുണ്ടാവില്ല, ഇരുട്ടും വെളിച്ചം ഒപ്പുണ്ടാവില്ല. വെളിച്ചുണ്ടോ അവിടെ ഇരുട്ടില്ല, ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചല്ല, രണ്ടും ഒന്നിച്ചുണ്ടാവില്ല. അതുകൊണ്ട് പ്രമാണങ്ങളുടെ കൂടെ പോയി ആ വെളിച്ചം സ്വീകരിച്ചാൽ ബാക്കി എല്ലാ അന്ധകാരങ്ങളും, എല്ലാ ഇരുട്ടുകളും ഇല്ലാതായി ദുനിയാവിലും സമാധാനം, നാളെ പരലോക സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശിക്കാൻ തൗഫീഖ് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗം കിട്ടണം സഹോദരന്മാരെ, അതിക്കൊണ്ടൊന്നുമില്ല.
ഇതിങ്ങനെ കഴിഞ്ഞു പോകും. ഒരുപക്ഷെ ഇന്ന് മരിക്കും, നാളെ മരിക്കും, ഈ ആഴ്ച മരിക്കാം, ഈ മാസം മരിക്കാം, ഏത് സമയത്തും മരിച്ച് ദുനിയാവിന് യാത്ര പോകേണ്ടി വന്നേക്കാം. ദുനിയാവിന്റെ ബഹളങ്ങളും ഒച്ചപ്പാടും അതൊക്കെ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകും. നാട്ടിലെ ബഹളങ്ങൾക്ക് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിച്ചു. ഒന്നും വേണ്ട, SIR കേട്ടപ്പോഴേക്ക് എന്തെല്ലാം എത്ര നമ്മൾ ഓടി, എവിടെല്ലാം പോയി, എന്തെല്ലാം പേപ്പർ ശരിയാക്കി, അതൊക്കെ ശരിയാക്കും വേണം. പക്ഷെ അതേക്കാളും വലിയ ദുരന്തം നരകമുണ്ട് കേൾക്കുമ്പോ അതിനുവേണ്ടി ശരിയാക്കേണ്ട ഒരുപാട് രേഖകളുണ്ട്. ഈമാൻ ശരിയാകണം, ഇസ്ലാം കാര്യം ശരിയാകണം, ഇബാദത്തുകൾ ശരിയാകണം, ഫർളുകൾ ശരിയാകണം, ഹറാമുകൾ ഇല്ലാതാകണം. എങ്ങനെ സ്വർഗം കിട്ടൂ എന്ന് ആർക്കറിയാത്തത്? പക്ഷെ ഒരു ബേജാറും വരില്ല. അതിനുവേണ്ടി ഒന്നും ശരിയാക്കാൻ പോകുന്നില്ല, ഒരു ആയത്ത് പോലും പഠിക്കാൻ പോകുന്നില്ല. ആ രംഗത്തിൽ മാറ്റത്തിന് സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവും. എപ്പോ മരിച്ചാലും സ്വർഗത്തിലേക്ക് എത്തണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത കേട്ട് വരൂ, സമാധാനമടഞ്ഞ ആത്മാവേ വരൂ. റാദിയതൻ മർദിയ, അല്ലാഹു നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതാ യോഗ്യത. റാദിയതൻ മർദിയ. സ്വഹാബിയക്ക് എന്താ കിട്ടിയത്? ഇതാണ് റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അതാ സ്വഹാബത്ത് കിട്ടിയ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. സ്വർഗ്ഗം കിട്ടാൻ വേണ്ട യോഗ്യത എന്താ? ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. റബ്ബിലേക്ക് മടങ്ങൂ. റാദിയതൻ മർദിയ, അല്ലാഹു ഇഷ്ടമാണ് നിനക്ക്, അല്ലാഹു നിന്നെയും ഇഷ്ടമാണ്, ആ നിലയ്ക്ക് മടങ്ങൂ. അങ്ങനെ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഇത് നേടാൻ പറ്റണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അല്ലാഹുവിനെ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കുക, നബിയെ സ്നേഹിക്കുക, നബിയുടെ കൽപ്പനകളെ പാലിക്കുക, അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് അല്ലാഹുവിന് നമ്മളും ഇഷ്ടമായി മാറുന്ന സാഹചര്യം. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അലാ റാദിയതൻ മർദിയ. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വർഗ്ഗം നൽകും.